നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. സംസ്ഥാന പാർട്ടി പദവി നഷ്ടപ്പെട്ടെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനും ജോസ് കെ മാണിക്കും ഏൽപ്പിച്ച ആഘാതം ചെറുതൊന്നുമല്ലായിരുന്നു. അടുത്ത കാലത്തൊന്നും അതിൽ നിന്നും കരകയറാൻ പാർട്ടിക്ക് കഴിയുകയുമില്ല. അതേസമയം തോൽവിയെ തുടർന്ന് ജോസ് കെ മാണി BJP-യിലേക്ക് എത്തുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതിനായി BJP ഓഫർ നൽകി എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും ജോസ് കെ മാണിയുടെ മുന്നണി പ്രവേശം സംബന്ധിച്ച് UDF ഇതുവരെ ചർച്ച നടത്തിയിട്ടില്ല എന്നും VD സതീശനും വ്യക്തമാക്കിയിരുന്നു. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നിലവിലെ പാർട്ടിയിൽ നിന്നും ഒരു കൂടുമാറ്റം വീണ്ടും സാധ്യമായേക്കുമെന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ജൂലൈയിൽ കാലാവധി കഴിയുന്ന രാജ്യസഭാ സീറ്റ് തിരികെ പിടിക്കാനുള്ള ശ്രമം LDF-ൽ നടത്തുന്നതിനിടെയാണ് ജോസ് കെ മാണിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഇനിയിപ്പോൾ കോട്ടയം ലോക്സഭാ മണ്ഡലം നഷ്ടപ്പെടുത്തിയ പാർട്ടി എന്ന നിലയ്ക്ക് ഇടതുമുന്നണിയിൽ വിലപേശാനുള്ള ശേഷിയും നഷ്ടപ്പെട്ടു. മാണി വിഭാഗത്തെ ഉൾപ്പെടുത്തിയത് കൊണ്ട് തങ്ങൾക്ക് എന്താണ് നേട്ടമെന്ന ചോദ്യവും സ്വാഭാവികമായും LDF ഉയർത്തും. കേരള കോൺഗ്രസിന്റെ പ്രധാന തട്ടകമായ കോട്ടയത്ത് യഥാർത്ഥ കേരള കോൺഗ്രസ് എന്നത് ചോദ്യത്തിന് അതെ, മാണി വിഭാഗം അല്ല എന്ന ഉത്തരമാണ് ഈ തിരഞ്ഞെടുപ്പും നൽകുന്നത്. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ പരാജയപ്പെട്ടു എന്നതിനേക്കാൾ തങ്ങളുടെ തട്ടകമായ പാലാ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ പോലും ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ല എന്നതും നാണക്കേടായി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-നോട് നേരിട്ട് മത്സരിച്ച് പരാജയപ്പെട്ട ജോസ് കെ മാണി അതിന്റെ ആഘാതത്തിൽ നിന്ന് കരകയറാനുള്ള പ്രതീക്ഷയിലാണ് സിറ്റിംഗ് MP ആയ തോമസ് ചാഴിക്കാടനെ തന്നെ ഇക്കുറി കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ പരീക്ഷിച്ചത്. MP എന്ന നിലയിൽ മികച്ച പ്രവർത്തനം നടത്തി എന്ന അവകാശവാദവുമായി ചാഴിക്കാടനെ അവതരിപ്പിച്ചെങ്കിലും 8000-ലേറെ വോട്ടുകൾക്കാണ് UDF-ലെ ഫ്രാൻസിസ് ജോർജിനോട് തറ പറ്റിയത്. ജൂലൈയിൽ ജോസ് കെ മാണിയുടെ രാജ്യസഭാ അംഗത്വം തീരും. നിലവിൽ ലോക്സഭാ അംഗത്വം കൂടി നഷ്ടമായതോടെ പാർലമെന്റിൽ അംഗത്വമില്ലാത്ത പാർട്ടി എന്ന നിലയിലാവും മാണി വിഭാഗം. താരതമ്യ ദുർബലരെന്ന് കരുതപ്പെടുന്ന ജോസ് വിഭാഗം പാർലമെന്റിൽ എത്തുകയും ചെയ്തു. 5 MLA-മാർ ഉള്ളതുകൊണ്ട് തന്നെ സംസ്ഥാന പാർട്ടി എന്ന പദവി നഷ്ടപ്പെടില്ല എന്ന് മാത്രമാണ് തൽക്കാല ആശ്വാസം.